നാടുഭരിക്കും മന്ത്രിയെ രാജിവെക്കൂ പുറത്തു പോകൂ രാജിവെക്കൂ പുറത്തു പോകൂ ചോദ്യപേപ്പർ ചോർന്നാൽ അന്വേഷിച്ചാൽ മതിയെന്നോ നടപടിയൊന്നും വേണ്ടെന്നോ ചോദ്യപേപ്പർ ചോർന്നിട്ട് നാള് കഴിഞ്ഞിട്ട് നടപടി എവിടെ സർക്കാര് പ്രതിഷേധം യൂട്യൂബ് ചാനൽ മുതലാളികളും ഇടതുപക്ഷ അധ്യാപകരും ചോദ്യപേപ്പർ ചോർന്നിട്ട് കണ്ടുരസിക്കും സർക്കാര് മന്ത്രിയെ രാജിവെച്ച് പുറത്തു പോകൂ പ്രതിഷേധം ഉയരട്ടെ അളിക്കത്തി പടരട്ടെ ചോദ്യപേപ്പർ ചോർന്നാൽ അന്വേഷിച്ചാൽ മതിയെന്നോ നടപടിയൊന്നും വേണ്ടെന്നോ ചോദ്യപേപ്പർ ചോർന്നിട്ട് നാളുകൾ കഴിഞ്ഞിട്ട് നടപടി എവിടെ സർക്കാര് യൂട്യൂബ് ചാനൽ മുതലാളികളും ഇടതുപക്ഷ അധ്യാപകരും ചോദ്യപേപ്പർ ചോർന്നിട്ട് കണ്ടുരസിക്കും സർക്കാര് അയ്യയ്യേ ഇത് നാണക്കേട് ഇന്നീ സമരം സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും പ്രതിഷേധം ABVP-യുടെ പ്രതിഷേധം ചെല്ലടാ നാളുകൾ കഴിഞ്ഞിട്ട് നടപടി എവിടെ സർക്കാര് യൂട്യൂബ് ചാനൽ മുതലാളികളും ഇടതുപക്ഷ അധ്യാപകരും യൂട്യൂബ് ചാനൽ മുതലാളികളും ഇടതുപക്ഷ അധ്യാപകരും ചോദ്യപേപ്പർ ചോർന്നാൽ കണ്ടുരസിക്കും സർക്കാര് അയ്യയ്യേ ഇത് നാണക്കേട് ഇത് മാനക്കേട് വിദ്യാഭ്യാസമില്ലെങ്കിൽ നാടുഭരിക്കും മന്ത്രിയെ രാജിവെക്കൂ പുറത്തു പോകൂ പ്രതിഷേധം ഉയരട്ടെ അളിക്കത്തി പടരട്ടെ ഇന്നീ സമരം സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും പ്രതിഷേധം
ABVP-യുടെ പ്രതിഷേധം. ചോദ്യപേപ്പർ ചോർന്നെന്നാൽ അന്വേഷിച്ചാൽ മതിയെന്നോ, നടപടിയൊന്നും വേണ്ടെന്നോ, ചോദ്യപേപ്പർ ചോർന്നിട്ട് 4 കഴിഞ്ഞിട്ട് നടപടി എവിടെ സർക്കാര്? യൂട്യൂബ് ചാനൽ മുതലാളികളും ഇടതുപക്ഷ അധ്യാപകരും ചോദ്യപേപ്പർ ചോർത്തുമ്പോൾ കണ്ടുരസിക്കും സർക്കാര്. അയ്യയ്യേ ഇത് നാണക്കേട്, അയ്യയ്യേ ഇത് മാനക്കേട്, അയ്യയ്യേ ഇത് നാണക്കേട്. വിദ്യാഭ്യാസമില്ലെങ്കിൽ നാട് ഭരിക്കും മന്ത്രിയെ രാജിവെച്ച് പുറത്തു പോകും, രാജിവെച്ച് പുറത്തു പോകും. നീ സമരം സൂചന മാത്രം, സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, രൂപം മാറും, ഭാവം മാറും. പ്രതിഷേധം ABVP-യുടെ പ്രതിഷേധം ഉയരട്ടെ, അഴിക്കത്തി പടരട്ടെ. ഈ സമരം സൂചന മാത്രം. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, നമസ്കാരം. നമുക്കറിയാം, ഇന്ന് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ട് ഏകദേശം 4-5 ദിവസങ്ങളായിട്ടു ഇതുവരെ ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സർക്കാർ സാധിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ ഫേസ്ബുക്കിൽ ഇവിടത്തെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ അന്ന് വൈകുന്നേരം പോലീസ് അവന്റെ വീട്ടിലെത്തും. പക്ഷേ ഇവിടുത്തെ യൂട്യൂബിൽ ഈ വിദ്യാർത്ഥികളുടെ ചോദ്യം പേപ്പർ മുഴുവൻ വിസ്തരിച്ച് പറഞ്ഞ് എം സൊല്യൂഷനിലെ ഒരു തൊഴിലാളിയെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസിന് സാധിച്ചോ? നാണമില്ലേ? ഇന്ന് രാവിലെയും ഇന്നലെ വൈകുന്നേരവും ഒക്കെ ആയിട്ട് പ്രസ്താവന കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി. അവസാനം വന്ന പ്രസ്താവന ഇതാ: ഏതെങ്കിലും അധ്യാപകർ ട്യൂഷൻ ക്ലാസ്സിൽ ട്യൂഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ നടപടിയെടുക്കും പോലും. ഇതുവരെ എത്ര പേർക്ക് നടപടിയെടുത്തു? ഇനി നടപടിയെടുക്കുന്ന സമയത്ത് ആരാ ഇത് കണ്ടുപിടിക്കുന്നേ? സ്കൂളിൽ കഞ്ചാവ് വിൽക്കാൻ പോകുന്ന SFIക്കാരാണോ ആരാ ട്യൂഷൻ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്? ഇത്തരത്തിൽ ആരാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്യൂഷൻ ക്ലാസ്സുകളിലേക്ക് പോകുന്നത്? ആരാണ് ചോദ്യപേപ്പർ ചോർത്തിയത് എന്ന് പോലും ഇതുവരെ കണ്ടെത്താനോ അവരെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കാത്ത തരത്തിൽ ഇവിടുത്തെ ഭരണകൂടം മാറിയിരിക്കുന്നു. എത്രയും പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ, ഇന്ന് നിങ്ങൾ ഈ അന്വേഷണം ഈ പോലീസുകാരെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് നിങ്ങൾക്കറിയാം, ബ്രാഞ്ചിൽ വിട്ടിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഇവിടത്തെ എം സൊല്യൂഷൻ എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിലെയും ഇവിടെ ചോദ്യപേപ്പർ ചോർത്തുന്ന മുഴുവൻ ഇത്തരത്തിലുള്ള ഓൺലൈൻ ട്യൂഷൻ സെന്ററുകളിലെയും അതുപോലെ ഈ ചോദ്യപേപ്പർ ചോർത്താൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന മുഴുവൻ അധ്യാപകരെയും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ 24 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് ഒന്നുകൂടി വരും. അതിന് ഈ ബാരിക്കേഡ് വെച്ചാൽ അതിലെ ചാടി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ഞങ്ങൾക്കറിയാം. ഇനി അതിലെ ചാടാൻ പോലീസുകാർക്ക് തയ്യാറല്ല, അന്ന് തടയുമെന്നാണെങ്കിൽ ഈ ബാരിക്കേഡ് ചാടി നിങ്ങളുടെ ഈ വരുണെന്ന് പറയുന്ന ഇതും തല്ലിപ്പൊളിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് വരും. ആ വരുന്ന സമയത്ത് ഇത് കത്തുന്നത് പോലെ നിങ്ങളുടെ കാറും വീടും വേണമെന്ന് കത്തും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അത്രയും വിഷമമുണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല തച്ചുടച്ചു പോകുന്ന സമയത്ത്. ഇന്ന് ഒരു കൂട്ടം വിദ്യാഭ്യാസ കച്ചവടക്കാർ സെനറ്റ് ഹാളിൽ പോയിരിക്കുകയാണ്, സാന്റാമോണിക്ക പോലെയുള്ള ആൾക്കാർ. ആ സമയത്ത് ഇവിടുത്തെ ചില വിദ്യാർത്ഥി സംഘടനകൾ വലിയ സമരം. ആർക്കെതിരെയാ? ഗവർണർക്കെതിരെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഉച്ചയ്ക്ക് ആ കേരള യൂണിവേഴ്സിറ്റി മുന്നിലേക്ക് വന്ന് ഗവർണറെ തടയാൻ വേണ്ടിയിട്ടെത്തിയ SFIക്കാർ, പകുതി വെച്ച് സമരം ഉപേക്ഷിച്ച് പോയിച്ച ആ SFIക്കാർക്ക് ചങ്കൂറ്റമുണ്ടോ നിങ്ങളുടെ മുൻ സംസ്ഥാന സെക്രട്ടറിക്ക്, ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് എതിരെ സമരം ചെയ്യാൻ? എന്തേ നിങ്ങളൊരു പരാതി കൊടുത്ത് അവസാനിപ്പിച്ചോ? ഇവിടുത്തെ ഇടതുപക്ഷ അധ്യാപക സംഘടനകളുണ്ടല്ലോ, നിങ്ങൾ എന്താണ് പ്രതികരിച്ചത്?
നിങ്ങളുടെ ഈ പ്രതികരണം, ഈ പരാതിയും ഒക്കെ കൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉത്തരവാദിത്വ ബോധമുണ്ടോ നിങ്ങൾക്ക്? ഒരൊറ്റ കാര്യം പറയാം, ഇനിയും ഇത്തരം പൊറോട്ട് നാടകങ്ങളായിട്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷ അധ്യാപക സംഘടനകളും ശിവൻകുട്ടിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ ശക്തമായ സമരവുമായിട്ട് ABVP ഇവിടെ ഉണ്ട്. ഇന്ന് ഈ സൂചനാ സമരം ഇത് ഔപചാരികമായി ഒരു പ്രഖ്യാപനമാണ്. അടുത്ത ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ക്രൈംബ്രാഞ്ച് 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിങ്ങളുടെ കാറും വീടും ഉൾപ്പെടെ കത്തിക്കും. അത് തന്നെയാണ് പറയാനുള്ളത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായിട്ട് ABVP മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം. പ്രതിഷേധം 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 ABVP-യുടെ പ്രതിഷേധം ABVP-യുടെ പ്രതിഷേധം. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ സോദരരെ, നിങ്ങളറിഞ്ഞോ സോദരരെ. പ്രതിഷേധം 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 ABVP-യുടെ പ്രതിഷേധം. ABVP-യുടെ പ്രതിഷേധം. ചോദ്യപേപ്പർ ചോർന്നെന്നാൽ ചോദ്യപേപ്പർ ചോർന്നെന്നാൽ ചോദ്യപേപ്പർ ചോർന്നെന്നാൽ ചോദ്യപേപ്പർ ചോർന്നെന്നാൽ അന്വേഷിച്ചാൽ മതിയെന്നോ, അന്വേഷിച്ചാൽ മതിയെന്നോ, നടപടിയൊന്നും വേണ്ടെന്നോ, നടപടിയൊന്നും വേണ്ടെന്നോ. ചോദ്യപേപ്പർ ചോർന്നിട്ട്, ചോദ്യപേപ്പർ ചോർന്നിട്ടു, ചോദ്യപേപ്പർ ചോർന്നിട്ട് ചോദ്യപേപ്പർ ചോർന്നിട്ടു.